ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളൊരു ഉപ്പുമാവാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ഇതേ ഞാനൊരു വലിയ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് നമുക്ക് ഇങ്ങനെ ചിലർക്ക് കട്ട പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്ടമുണ്ട്, ചിലർ പൊടി പോലെ ഉണ്ടാക്കും. ഞാനിവിടെ പൊടി പോലെ ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിച്ചേക്കണം. അത് കാരണം ഒരു വലിയ ചീനച്ചട്ടിയാണ് ഞാൻ തുടപ്പത്ത് വെച്ചേക്കണത്. ഇപ്പം ചട്ടി ഒന്ന് ചൂടായിട്ട് കേട്ടോ, നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 2 ഉണക്കമുളക് കേട്ടോ, 2 നട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത് സവാള, ഒരു പകുതി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയൊരു ക്യാരറ്റ്, പിന്നെ 2-3 ബീൻസും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്തല്ല കേട്ടോ. ഒരു പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് എരിവൊന്നും അത്ര ഇഷ്ടമല്ലാർക്കും. അതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ 3 കഷ്ണമാക്കി ഇട്ടേക്കണേ. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പച്ചമുളക് പിടിച്ച് കഴിക്കില്ല. അപ്പം എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ഇതേ മുറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര കണ്ടാൽ മതി. ഇതിലേക്ക് നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉപ്പ് ഇട്ടാലും മതി. ഇത് ശരിക്കും ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. റവ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ആയിട്ട് ആദ്യം ഇടാവുള്ളൂ. വെള്ളമൊക്കെ ഒന്ന് ശരിക്കും നമുക്ക് പറ്റി വരുമ്പോൾ അടുത്ത് മീതേക്കടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കട്ട പോലെ കുഴഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും ഒന്ന് വെള്ളമൊക്കെ ഒന്നുകൂടി ഒരുവിധം പറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്ത വേവിലാണെന്ന് വിചാരിക്കണ്ട കേട്ടോ, നന്നായിട്ട് വേവും. ശരിക്കും തന്നെ ഇളക്കി തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും അതൊന്നൊരു കട്ടിയൊക്കെ ഒന്ന് ഒടിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനായിട്ട് വലിയൊരു ചീനിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇളക്കാൻ പറ്റില്ല നന്നായിട്ട്, പൊടി പോലെ വരില്ല. ഇത്തിരി വലിയ പാത്രമാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ
ശരിക്കും ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടി പൊടി പോലെയായിട്ട് വന്നു. ഇല്ലേ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുങ്ങളിത് ഇപ്പൊ ഈ ചീഞ്ഞടിയിലിട്ട് ഇളക്കണ ശബ്ദം കേട്ടിട്ട് ഓടി വന്നേക്കണം. അന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പ ഓടി കിട്ടും. ഇത് എന്താന്ന് ചോദിച്ചാൽ അവർക്കൊന്നും തിന്നാനായിട്ട് മീനൊക്കെ എന്താന്ന് ചോദിച്ചാൽ വന്നേക്കണം. അവർ തിന്നില്ല കേട്ടോ. അവർക്ക് മീനൊക്കെ എന്തെങ്കിലും വേണം. ഇപ്പൊ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ അത് ഇടയ്ക്ക് വരുമോ കിട്ടാത്ത വിശപ്പ് കൊടുത്ത സമയത്താണ് വരുന്നത്. നിങ്ങൾ രണ്ടെണ്ണം വന്നിട്ട് പിന്നെ പോയിട്ടേ ഇല്ല. അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് നല്ല പൊടി പൊടി പോലെയുള്ള ഉപ്പുമാവ്. ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെള്ളം നോക്കി ഒഴിക്കണം കേട്ടോ. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊടി പോലെയായി കിട്ടൂല. അതുപോലെ നമ്മൾ ഉണ്ടാക്കാനെടുക്കണ റവാന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് പറ്റി വരുമ്പോൾ തീരെ നമ്മൾ കുറച്ച പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ തട്ടി ഒരിക്കലും എടുക്കരുത്. ചെറുത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വലിയ തട്ടി എടുത്തേട്ടോ. അത് നമ്മുടെ ഉപ്പുമാവ് കേട്ടോ. ഇതിലേക്ക് നമ്മളിത് കുറച്ച് കറിവേപ്പില ഞാൻ അതിൻ്റെ മീതെ ഒന്നിട്ട് കൊടുക്കും കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.